ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. CIR രജിസ്റ്റർ ചെയ്യും. സാമ്പത്തിക ഇടപാടുകൾ, പണപ്പിരിവ്, കള്ളപ്പണ ഇടപാടുകൾ എന്നിവയെപ്പറ്റി അന്വേഷിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ FIR പകർപ്പ് ഇഡി ആവശ്യപ്പെടും. SIT റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികളെടുക്കും. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് നിതിൻ, ഇഡിയും വിഷയത്തിലേക്ക് ഇടപെടുകയാണ്. എന്തൊക്കെയായിരിക്കും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരിക? അമൃത, കേസിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ഉത്തരവുകളും വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇഡി ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. ഗൗരവമുള്ള വിഷയമാണെന്ന് നേരത്തെ തന്നെ ഇഡിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതിനെ പിൻപറ്റിയാണ് ഇഡി ഒരു പ്രാഥമിക അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇഡിക്ക് സ്വമേധയ ഒരു കേസെടുത്ത് അന്വേഷണം സാധ്യമല്ല. ഏതെങ്കിലും ഒരു ഏജൻസിയോ പോലീസോ വിജിലൻസോ അങ്ങനെ ആരെങ്കിലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചാൽ മാത്രമേ ഇഡിക്ക് ഈ കേസിലേക്ക് കടന്നു വരാനാവുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത സാഹചര്യത്തിൽ ഇഡി ഈ കേസിലേക്ക് കടന്നു വരുമെന്ന് തന്നെ, പ്രത്യേകിച്ച് ഈ സ്വർണ്ണമോഷണം അല്ലെങ്കിൽ പണപ്പിരിവ്, കള്ളപ്പണ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ഇഡിക്ക് പ്രാഥമിക അന്വേഷണം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. CIR രജിസ്റ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ PMLA വകുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താവുന്ന തെറ്റുകളെല്ലാം അല്ലെങ്കിൽ കുറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ഇഡിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് വരുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഇഡിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഏതായാലും നിലവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ CIR രജിസ്റ്റർ ചെയ്തിട്ട ശേഷം SITയുടെ റിപ്പോർട്ട് കൈമാറിയ ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികളിലേക്ക് ഇഡി എന്തായാലും കിടക്കുക. നിലവിൽ പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ മൊഴി നൽകിയവരുടെ ഒക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയവരുടെ മൊഴി ഇഡി പിന്നീട് രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ SITയിൽ നിന്നും FIRന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും ഇഡി ഉടൻ തന്നെ നൽകുമെന്നാണ് മനസ്സിലാവുന്നത്. FIRൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യും. ഇതിൽ കൂടുതൽ ആരെങ്കിലും പ്രതി ചേർക്കണമെന്ന കാര്യങ്ങളിലടക്കം ഇഡി പിന്നീട് തീരുമാനമെടുക്കും. ഏതായാലും നിലവിൽ ഇതിൽ വലിയ തോതിലുള്ള ഒരു കുറ്റകൃത്യം, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകളൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് ഇഡിക്ക് പ്രാഥമിക അന്വേഷണം തന്നെ ബോധ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങൾ ഒന്നെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തന്നെ CIR രജിസ്റ്റർ ചെയ്ത് ഒരു അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് CIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ്